അമ്മേ ദേവി നാരായണ. ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 9ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക. ഭവാനി ആരാണ്? ഭവാൻ. സാക്ഷാൽ പരമശിവനെയാണ് ഭവാൻ എന്ന് വിളിക്കുന്നത്. ഭവാനി ഭവാന്റെ പത്നിയായവൾ, പരമശിവന്റെ പത്നിയായവൾ ലളിതാംബികാദേവി ആണ് ഭവാനി. ഭാവനാഗമ്യ, ഭാവന അഗമ്യ, നമ്മുടെ ഭാവനയ്ക്ക് അതീതമായവൾ. നമ്മുടെ ചിന്താമണ്ഡലത്തിന് എത്രയോ ഉയരത്തിലാണ് ദേവി ഇരിക്കുന്നത്. കേവലമായ മർത്യഭാവന കൊണ്ട് വർണ്ണിക്കാവുന്നതിലും എത്രയോ ഉയരത്തിലാണ് ദേവിയുടെ സ്ഥാനം. നമ്മളിപ്പോൾ ദേവിയുടെ സൂക്ഷ്മരൂപവും സ്ഥൂലരൂപവും നമ്മളാൽ കഴിയുന്ന വിധം വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ ആ വർണ്ണനയ്ക്കൊക്കെ എത്രയോ മുകളിലാണ് ദേവിയുടെ സ്ഥാനം. ഭാവന അഗമ്യ അല്ലെങ്കിൽ ഭാവനാഗമ്യ. ഭാവന എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല കർമ്മം, നല്ല പ്രവൃത്തിയിലൂടെ നമുക്ക് ദേവിയിലേക്ക് എത്തിച്ചേരാം. നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ ആരായാലും ആ വ്യക്തി ദേവിയിലേക്കെത്താൻ യോഗ്യനാണ്. ഭവാരണ്യ കുഠാരിക. കുഠാരിക എന്നാൽ മഴു. ഭവാരണ്യം, ഭവ എന്നാൽ സംസാരം, ഈ ലോകം. ഈ ലോകമാകുന്ന അരണ്യം, കാട്. ലോകത്ത് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. സംസാര ദുഃഖം എന്നൊക്കെ നമ്മൾ പറയും. ആ പ്രശ്നങ്ങളെയെല്ലാം വെട്ടി നീക്കാൻ, ആ പ്രശ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കാനുള്ള മഴുവായി, ഒരു ആയുധമായി പ്രവർത്തിക്കുന്ന ദേവി പരാശക്തി. ഭവാരണ്യ കുഠാരിക. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക. ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായിനി. ഭദ്രപ്രിയ, ഭദ്ര എന്നാൽ മംഗളം, ഐശ്വര്യം, ശുഭകരമായ കാര്യങ്ങളിൽ പ്രിയമുള്ളവൾ. ശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നതിനായി നേതൃത്വം നൽകുന്നവൾ ദേവി പരാശക്തി. ഭദ്രമൂർത്തിർ, ദേവി മംഗളമൂർത്തിയാണ്. സർവം മംഗളമാക്കുന്ന ദേവി പരാശക്തി. ഭക്ത സൗഭാഗ്യദായിനി. ദേവിയെ ഉള്ളറിഞ്ഞ് വിളിക്കുന്നത് ആ വ്യക്തി ആരായാലും അവരുടെ സ്ഥാനമാനങ്ങളൊന്നും പ്രശ്നമല്ല ദേവിക്ക്. ആ വ്യക്തി ദേവിയിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ, ദേവിയിൽ ഭക്തിയുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് സർവ്വ സൗഭാഗ്യങ്ങളും അരുളുന്ന ദേവി പരാശക്തി. ഓരോ വ്യക്തിക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ചിലർക്ക് വേണ്ടത് വിദ്യയായിരിക്കും, ചിലർക്ക് ആരോഗ്യമായിരിക്കും, ചിലർക്ക് സമ്പത്തായിരിക്കും, ചിലർക്ക് പ്രശസ്തിയായിരിക്കും. തൻ്റെ ഭക്തൻ്റെ ആവശ്യമനുസരിച്ച്, ആവശ്യമറിഞ്ഞ് ആ സൗഭാഗ്യം അരുളുന്ന ഭക്ത സൗഭാഗ്യദായിനിയാണ് അമ്മ പരാശക്തി. ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ. ഭക്തിപ്രിയ, ഭക്തനിൽ പ്രിയമുള്ളവൾ, ഭക്തൻ്റെ ഭക്തി ഇഷ്ടപ്പെടുന്നവൾ. ദേവിക്ക് നമ്മൾ എന്തു കൊടുക്കുന്നു എന്നുള്ളതല്ല, ദേവിക്ക് എന്താ വേണ്ടത് നമുക്കത് കൊടുക്കാൻ സാധിക്കും. ദേവിക്ക് വേണ്ടത് നമ്മുടെ ഉള്ളറിഞ്ഞുള്ള ഭക്തി മാത്രമാണ്. എൻ്റെ അമ്മ എന്ന സ്ഥാനം കൊടുത്ത് പരിപൂർണ വിശ്വാസത്തോടെ ദേവിയിലുള്ള ഭക്തി, ആ ഭക്തി മാത്രമാണ് ദേവി ഭക്തനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഭക്തിഗമ്യ, ഭക്തിയിലൂടെ മാത്രം എത്തിച്ചേരാവുന്ന ദേവീ സാന്നിധ്യം. നമുക്ക് വേറൊരു കുറുക്കു വഴികളുമില്ല. ഭക്തിയിലൂടെ മാത്രം ഗമിക്കാനാകുന്ന മാർഗമാണ് ദേവിയുടേത്. ഭക്തിവശ്യ,
ഭക്തിക്ക് മാത്രം വശപ്പെടുന്നവൾ, ഭക്തിയിലൂടെ മാത്രം നമുക്ക് വശീകരിക്കാനാകുന്നവൾ. ദേവി പരാശക്തി ഭക്തനിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പരിപൂർണമായിട്ടുള്ള വിശ്വാസം, ഭക്തി, അതുമാത്രമാണ് ഭക്തനിൽ നിന്ന് ദേവി ആഗ്രഹിക്കുന്നത്. ഭയാപഹ, ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ. നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാവുന്ന ഒരു ശക്തിയാണ് പരാശക്തി. എന്ത് ഭയമുണ്ടെങ്കിലും ഒരു കുട്ടി ആരുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുക? കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുക. ഇപ്പോഴും നമ്മൾ ഭയപ്പെടുമ്പോൾ അമ്മേ എന്നാണ് ഏറ്റവും ആദ്യം വിളിക്കുക. അപ്പോൾ ആ അമ്മയെപ്പോലെ, ആ അമ്മയേക്കാൾ നമുക്ക് വിശ്വസിക്കാവുന്ന അമ്മ പരാശക്തി. ദേവി ഒപ്പമുള്ളപ്പോൾ ഭയപ്പെടുന്നത് എന്തിന്? ഭയത്തിൻ്റെ ആവശ്യമില്ല. ദേവി ഭയാപഹയാണ്, ഭയത്തെ അകറ്റുന്നവളാണ്. ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി. ശാംഭവി, ശംഭു. ആരാണ് ശംഭു? ശംഭു മഹാദേവ. അതെ, ശിവനാണ് ശംഭു. ശംഭുവിൻ്റെ പത്നി ശാംഭവി. ശാരദാരാധ്യ, ശാരദയാൽ ആരാധിക്കപ്പെടുന്നവൾ. ശാരദ സരസ്വതി, സരസ്വതി പോലും ആരാധിക്കുന്ന ദേവി പരാശക്തി. ശാരദ എന്നുള്ളത് കൊണ്ട് നമുക്ക് വിശാരദന്മാർ, വിദഗ്ധന്മാർ, ഏതു മേഖലയിലും വിദഗ്ധരായിട്ടുള്ളവർ ആരാധിക്കുന്ന ശക്തിയാണ് ദേവി ചൈതന്യം. പാട്ടുപാടുന്നവർ, സംഗീതജ്ഞരൊക്കെ മൂകാംബികാദേവിയുടെ വലിയ ഡ്യൂട്ടീസാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ആരാധിക്കുന്ന ദേവീ ചൈതന്യം ശാരദാരാധ്യ. ശർവാണി, ശർവൻ ആരാണ്? ശർവനും ശിവൻ തന്നെയാണ്. ശിവൻ്റെ പത്നി ശർവാണി. ശർമ്മദായിനി, ശർമ്മ ഐശ്വര്യം, സുഖദായിനി. സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന, ശരീരസുഖവും മനസുഖവും പ്രദാനം ചെയ്യുന്ന ദേവി പരാശക്തി. ശാങ്കരി ശ്രീകരി സാധ്വി ശരച്ചന്ദ്ര നിഭാനന. ശാങ്കരി, ശങ്കരപത്നി. ശങ്കരൻ ആരാണ്? ശങ്കരനും ശിവൻ തന്നെയാണ്. ശങ്കരൻ്റെ പത്നി ശാങ്കരി. ശ്രീകരി, ശ്രീ ഐശ്വര്യം, ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ശ്രീകരി. സാധ്വി, സാത്വികയായവൾ, പതിവ്രതയായ ദേവി. ശരച്ചന്ദ്ര നിഭാനന, ആനനം. എന്താണ് ആനനം? മുഖം. ശരച്ചന്ദ്ര നിഭാനന, ശരത്കാലത്ത് ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രബിംബം പോലെയുള്ള ആനനമുള്ളവൾ, ചന്ദ്രബിംബം പോലെയുള്ള മുഖമുള്ള ദേവി പരാശക്തി. ശാദൂധരി ശാന്തിമതി നിരാധാര നിരാഞ്ജന. ശാദൂധരി, നമ്മൾ മുമ്പൊരിക്കൽ പറയുണ്ടായിട്ടുണ്ട്, ദേവിയുടെ അരക്കെട്ട് അത് വളരെ ഒതുങ്ങിയിട്ടാണ്. അരക്കെട്ട് അവിടെ ഉണ്ടോ എന്ന് പോലും സംശയമാകും. അപ്പോൾ ശാദൂധരി എന്നാൽ ഒതുങ്ങിയ അരക്കെട്ടോടു കൂടിയവൾ എന്നർത്ഥം. ശാന്തിമതി, നമ്മൾ തുടക്കം മുതലേ ദേവിയെ സൗമ്യ, സ്മിതമുഖി, ശാന്തിമതി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ദേവി അവതരിച്ചിരിക്കുന്നത് യുദ്ധം നടത്താനാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ക്രോധം, രൗദ്രഭാവം എന്ന് പറയുന്നത് ദേവിയുടെ സ്ഥായിയായ ഭാവമല്ല. ഇവിടെ അങ്ങനെ ഒരു ആവശ്യമുണ്ടായി, ഒരു യുദ്ധം നടത്തുക, അസുരനെയും അസുരൻ്റെ സൈന്യത്തെയും വധിക്കുക എന്ന ആവശ്യമുണ്ടായി. ആ ആവശ്യം പൂർത്തീകരിക്കാനായി സർവസന്നാഹങ്ങളോടെ ഏറ്റവും ആവേശകരമായ ഒരു യുദ്ധം തന്നെ ദേവി നയിച്ചു. പക്ഷേ ദേവിയുടെ സ്ഥായീ ഭാവം എന്ന് പറയുന്നത് സൗമ്യതയാണ്. ദേവി ശാന്തിമതിയാണ്. ഇനി നോക്കൂ, നിർലേപ, നിർമ്മല, നിത്യ,
നിരാകാര നിരാകുല നിർലേപ. ദേവി യാതൊരു വിധത്തിലുള്ള കർമ്മബന്ധങ്ങളിലും പെട്ടുഴലുന്നവളല്ല. ഈ ലോകം തന്നെ ഒരു മായയാണ് എന്ന പരിപൂർണ ബോധ്യമുള്ള ദേവി കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ഉഴലുന്നവളല്ല. കർമ്മബന്ധങ്ങളില്ലാത്തവൾ നിർലേപ. നിർമ്മല പരിശുദ്ധിയുള്ളവൾ. യാതൊരു തരത്തിലുള്ള അഴുക്കുകളും അവിദ്യയും തീണ്ടാത്തവൾ നിർമ്മല. ദേവി പരാശക്തി നിർമ്മലയാണ്. നിത്യ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നവൾ. നിത്യ ജനനവും മരണവും ദേവിക്ക് ബാധകമല്ല. ദേവി എല്ലാ കാലത്തും ഇവിടെയുണ്ട്. ദേവിക്ക് ജനനവും മരണവുമില്ല. ദേവി ഒരിക്കലും നശിക്കുന്നില്ല, ജീർണിക്കുന്നില്ല. നിർമ്മല നിത്യ. നിരാകാര നിര ആകാര. ദേവിക്ക് ഒരു ആകാരമില്ല, രൂപമില്ല. ഓരോ കാലത്തും ആ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് ദേവി ഒരു രൂപം കൈക്കൊള്ളുന്നു. ദേവി പരാശക്തി ഭണ്ഡാസുര നിഗ്രഹത്തിനായി ലളിതാപരമേശ്വരി രൂപം പൂണ്ടു. അതുപോലെ ഭക്തൻ ഭാവനയിൽ കാണുന്ന ഒരു രൂപമുണ്ട് ദേവിക്ക്. നമ്മൾ ഭാവനയിൽ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപം പൂണ്ട് ദേവി ഭക്തന് ദർശനമരുളുന്നു. അതല്ലാതെ ദേവിക്ക് സ്ഥായിയായ ഒരു ആകാരമില്ല, രൂപമില്ല. ദേവി സർവം വ്യാപിച്ചിരിക്കുന്നു. രൂപമില്ലാത്തവൾ. വെള്ളം പോലെ സർവ്വത്തിൻ്റെയും ആകൃതി സ്വീകരിക്കുന്ന ഒരു നിശ്ചിത രൂപമില്ലാത്തവൾ ആണ് ദേവി. നിരാകുല. യാതൊരുവിധ ആകുലതകളും ഇല്ലാത്തവൾ. ദേവിക്ക് എന്തിനാണ് ആകുലത? ദേവിക്കറിയാം ഈ ഭൂമി തന്നെ, ഈ ഭൂമിയിലുള്ള സകലതും മായയാണ് എന്ന ബോധ്യമുള്ള ദേവി. ഭൂമിയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചത് ദേവി. സകലതിനെയും നിലനിർത്തുന്നതും ദേവി തന്നെ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കെല്ലാം ശക്തി സ്രോതസ്സായി വർത്തിക്കുന്നതും ദേവി തന്നെ. പിന്നെ ദേവിക്ക് എന്തിനാണ് ആകുലത? ഒന്നും ദേവിയെ ആകുലപ്പെടുത്താൻ തക്ക ശക്തിയുള്ള ഒന്നും ഈ ഭൂമിയിലില്ല. അപ്പോൾ ദേവിയിൽ പരിപൂർണ വിശ്വാസമുള്ള ഭക്തന് പിന്നെന്തിനാണ് ആകുലത? ആ ദേവി നോക്കിക്കൊള്ളില്ലേ എല്ലാ കാര്യവും. നമ്മുടെ ഭയങ്ങളെല്ലാം, നമ്മുടെ ആകുലതകളെല്ലാം, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം, നമ്മുടെ ഭയം, ആശങ്ക, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമുക്ക് ദേവിക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദേവിക്ക് അങ്ങനെ മോശം കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതിയോ? നമ്മുടെ നല്ല ഗുണങ്ങൾ, നമുക്കുള്ള സൗഭാഗ്യങ്ങൾ, നമ്മുടെ കഴിവുകൾ, ഇതൊക്കെ ദേവിക്ക് അർപ്പിക്കാം. നമുക്ക് 100% വിശ്വസിക്കാവുന്ന ഒരാൾ, അങ്ങനെ കണ്ടാൽ മതി പരാശക്തിയെ. മനുഷ്യരിൽ 100% ഡിപ്പെൻഡൻ്റായി ജീവിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു വ്യക്തിക്കും നമ്മളെ 100% ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ദുഃഖങ്ങളെല്ലാം പറയാൻ 101% ശക്തിയുള്ള, ശക്തി സ്രോതസ്സായിട്ടുള്ള ആ ദേവി പരാശക്തി ഉണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.